നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മത്സരിക്കും. സ്ഥാനാർത്ഥിയാകുന്നതിന് പരിഗണനയിലുള്ള 3 പേരുടെ പട്ടിക സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കി. ഞായറാഴ്ച സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കും. ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് നിർണായകം. എൻ.ഡി.എ ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസിന്റെ അഭിപ്രായവും കേൾക്കും. പ്രാദേശിക നേതാക്കളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ബി.ജെ.പിക്ക് താൽപ്പര്യക്കുറവില്ലെന്നാണ് പുറത്തുവരുന്ന ഇപ്പോഴത്തെ സൂചനകൾ. പരമാവധി വോട്ട് ബി.ജെ.പി പിടിക്കാൻ ശ്രമിക്കും. വോട്ട് കച്ചവടമെന്ന ആരോപണത്തെ ചെറുക്കാനാണിത്. നിലമ്പൂരിൽ മഴവിൽ സഖ്യമുണ്ടെന്ന് CPM ആരോപിച്ചിട്ടുണ്ട്. ബി.ഡി.ജെ.എസ് മത്സരിച്ചേക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച തീരുമാനം എൻ.ഡി.എയിലെ ചർച്ചകൾക്ക് ശേഷം എടുക്കുമെന്നായിരുന്നു നേരത്തെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. ബി.ഡി.ജെ.എസ് മത്സരിച്ചാൽ വോട്ട് കുറയുമോ എന്ന ആശങ്ക സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് മത്സരം. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു. CPM സ്ഥാനാർത്ഥി M സ്വരാജ് മണ്ഡലത്തിൽ സജീവമാണ്. PV അൻവർ ഇപ്പോഴും ആലോചനയിലുമാണ്. ഇതിനിടയിലാണ് ബി.ജെ.പിയും സ്ഥാനാർത്ഥിയെ നിർത്താൻ നീക്കം സജീവമാക്കുന്നത്. ഇതോടെ അടിയൊഴുക്കുകൾ നിലമ്പൂരിൽ നിർണായകമാകും. നാളെയാണ് പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിവസം. അതുകൊണ്ട് തന്നെ എല്ലാം നാളെ വ്യക്തമാകും. ഏത് തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പോരാട്ടമായതിനാൽ മത്സരിക്കാതിരിക്കുന്നത് ആക്ഷേപങ്ങൾക്കിടയാക്കുമെന്ന അഭിപ്രായം ബി.ജെ.പിയിൽ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മത്സരിക്കാൻ ബി.ജെ.പിയും തയ്യാറെടുക്കുന്നത്. അതിനിടെ PV അൻവറിനെ UDF എത്തിക്കാൻ ഇനിയും ശ്രമം തുടരുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം K സുധാകരൻ MP പ്രതികരിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് അൻവർ അയഞ്ഞിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തെ കൈപിടിച്ച് കൂടെ കൂട്ടിയെന്നും സുധാകരൻ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള പരാമർശങ്ങൾ അൻവറിന് വിനയാവുകയായിരുന്നു. അൻവറിനോട് ആർക്കും വിദ്വേഷമില്ല. UDFിൽ വരാൻ തയ്യാറാണെങ്കിൽ പ്രശ്നങ്ങൾ പുനഃപരിശോധിക്കും. അൻവർ CPMനെതിരെ സ്വീകരിച്ച നിലപാടുകളാണ് അദ്ദേഹത്തോട് അടുപ്പിച്ചത്. തിരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF ശക്തമാണ്. അൻവർ കൂടെയുണ്ടെങ്കിൽ കൂടുതൽ കരുത്തായേനെ. സ്വരാജിനെ ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് മത്സരത്തിനെത്തിയത്. CPM നിർബന്ധിച്ച പ്രകാരമാണ് സ്ഥാനാർത്ഥിയായതെന്ന് K സുധാകരൻ പറഞ്ഞു. അൻവറിനെ അനുനയിപ്പിക്കാൻ രാഹുൽ മാങ്കുളത്തിലും ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചുകൊണ്ട് ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ് ഇട്ട സോഷ്യൽ മീഡിയ പോസ്റ്റും നിലമ്പൂരിലെ പ്രചരണത്തിൽ നിറയുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിനെ തുടർന്നാണ് M സ്വരാജ് യുദ്ധത്തിനെതിരെ എന്ന നിലയിൽ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിൽ വിമർശനമെത്തിയപ്പോൾ അതിന് വിശദീകരണക്കുറിപ്പും എഴുതിയിരുന്നു. ഇതോടെയാണ് സ്വരാജിനെതിരെ ഇപ്പോൾ വിമർശനം ശക്തമായിരിക്കുന്നത്. M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിൽ നിന്നുള്ള വരികളിലൂടെയാണ് യുദ്ധവും സമാധാനവും എന്ന തലക്കെട്ടോടെയായിരുന്നു സ്വരാജിന്റെ കുറിപ്പ്. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളവും സ്വന്തം വീട് തകരാത്തിടത്തോളവും ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയാണ്. കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാപങ്ങളുമാണ്. അനാഥരും അഭയാർത്ഥികളും പലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നുതള്ളുന്ന ഭീരുക്കളാണ് ഭീകരരെന്നും ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ദൂറിനെ തള്ളിപ്പറഞ്ഞ സ്വരാജിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്ത് വന്നിരുന്നു. പാകിസ്ഥാനുമായുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള നിലപാട് വീണ്ടും പറയാൻ സ്വരാജ് തയ്യാറാണോ എന്നതായിരുന്നു ഷാജിയുടെ ചോദ്യം. മതം ചോദിച്ച ആളുകളെ കൊന്നത് മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു. അതിന് ഒരു തിരിച്ചടി അനിവാര്യമായിരുന്നു എന്ന രീതിയിലാണ് യുദ്ധത്തെ തങ്ങൾ കാണുന്നത്. നേരത്തെയുള്ള നിലപാടിൽ സ്വരാജ് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും ഷാജി ചോദിച്ചു. M സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കാൻ വേണ്ടിയാവാമെന്ന വിമർശനവും ഷാജി ഉന്നയിച്ചു. സ്വരാജിനെ കൊണ്ടുവരുന്നതിൽ കുറേ അർത്ഥങ്ങളുണ്ട്. സ്വരാജ് നാട്ടുകാരനല്ലേ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അദ്ദേഹവും നേരത്തെ നിലമ്പൂരുകാരനാണ്. പിന്നെ എന്തിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തൃപ്പൂണിത്തുറയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് നിലമ്പൂരിൽ അൻവറിനെ നിർത്തിയതെന്നും ഷാജി ചോദിച്ചു.